നമുക്കിന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ ഒരു പൂരി മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കടുകും ഉഴുന്നും വറ്റൽമുളകും ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് പിന്നെ കുനുകുന അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി കുനുകുന അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉരുളക്കിഴങ്ങിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഒരുപാട് വഴന്നു വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവാണ്. ഒരു സ്പൂൺ കടലമാവിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കറിക്ക് പ്രത്യേകിച്ച് ഒരു രുചിയും കൊഴുപ്പും ഒക്കെ കിട്ടും. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ.